ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോയിലുള്ള ആൾക്കാരെ നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? കമന്റിൽ ഒന്ന് പറയണേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. ഇവരെ കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത്? ഇവര് കണ്ടിട്ട് ഇവരിങ്ങനെ മുറ്റം അടിക്കുന്നതും ഇവരിങ്ങനെ അവരുടെ ഓരോരോ ഭാവങ്ങളൊക്കെ കണ്ടിട്ട് 3 ഡാഷ്. അത് നിങ്ങൾ ഫീൽ ചെയ്തോളൂ, ഞാനത് പറയുന്നില്ല. അവരിങ്ങനെ ഇരിക്കുന്നു. ഇതിൽ ഒരാളെ എനിക്ക് വലിയ കുഴപ്പമില്ല, സൂര്യ എന്ന് പറയുന്നത്. അതൊരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവര് സാമാന്യം വൃത്തിയായിട്ടൊക്കെ അവരെ കണ്ടിട്ടുള്ളൂ, അവരെ വൾഗറായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇതില് ദീപ്തി, എനിക്ക് ആദ്യമൊക്കെ അവരെ നല്ല ഇഷ്ടമായിരുന്നു. കാരണം അവരുടെ ഒരു സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയപ്പോൾ അവരുടെ ഒരു എന്താ പറയുന്ന മാറ്റം, അതായത് അവർക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ രേണുവില്ലേ, രേണുവിന്റെ കണക്കൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു. പിന്നെ അവർ ഓരോ ഷോർട്ട് ഫിലിമിലായാലും അവർ ഓരോരോ ചെറിയ വീഡിയോസിലൊക്കെ അഭിനയിക്കുന്ന അവരുടെ ഓരോരോ സ്റ്റൈലുകൾ, അവരുടെ ഓരോരോ പറച്ചില്, ഓരോരോ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള അവരുടെ ഓരോ വസ്ത്രധാരണമായാലും അവരുടെ ഓരോ പ്രവർത്തികളും അവരുടെ ഓരോ ചലനങ്ങളെന്ന് പറയാം, അവരുടെ ഓരോരോ ബോഡി ലാംഗ്വേജ് ഒക്കെ അവരിങ്ങനെ പല ആംഗിളിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്ത്രീകളെ നമ്മളെ നല്ല സ്ത്രീകളെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, വസ്ത്രധാരണത്തെ കുറിച്ച് ഞാൻ നേരത്തെ അവരുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സൈഡിൽ കൊടുക്കാം. പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടു, ഒരിക്കലും അല്ല. ഈ ഡ്രസ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന സ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സാണ്, ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സ് അല്ല. ബോർഡറല്ലേ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ മടക്കി വെച്ച് എല്ലാരെയും കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വളരെ വൾഗറായിട്ടുള്ള, അങ്ങേയറ്റം വൾഗറായിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ ഒരു ഊഞ്ഞാലാടുന്ന വീഡിയോ, ഞാനതൊന്നും എന്റെ ഈ വീഡിയോയിൽ വെക്കുന്നില്ല. മാത്രമല്ല, എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ അപമാനമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക്, ഞാൻ ഈ കാണിച്ചു കൂട്ടുവാണ്, ഞാൻ അപമാനമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കമന്റ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും നെവർ മൈൻഡ്. ഇനി അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ അപമാനിക്കാനും പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ നടക്കാനും ഞാൻ നിൽക്കുന്നില്ല. ഞാനായിട്ട് പറയുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഇവരൊരു അപമാനമാണെന്ന്. അവർ തന്നെ പറയുന്നു, ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു അപമാനമാണെന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ വന്ന് പറയുന്നു എന്ന്. അങ്ങോട്ട് ചെല്ല്. അപ്പൊ അവരെ ഓരോന്ന് പറയാനോ അല്ലെങ്കിൽ അവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ ഓരോന്ന് പറയാനായിട്ടോ അങ്ങോട്ട് ചെല്ല്. ഇവരും ജാസിയൊക്കെ ഒരേ ലൈനിലുള്ളതാ. ഇവരെയും ജാസിയൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെളിയിൽ കളഞ്ഞു. കാരണം ഇവര് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് സ്ത്രീ ആയെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ജാസിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഇപ്പൊ ഒരു നിയമമൊക്കെ വന്നായിരുന്നല്ലോ, ഇങ്ങനെയുള്ള ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടി നടക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു നിയമമൊക്കെ വന്നായിരുന്നല്ലോ. അതിനുശേഷം ഇവർക്കൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എത്ര നല്ലവരെയാണ് നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടാന്നുള്ളത്. ഇപ്പൊ രേണുവിനെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലോ, പാവം എന്തോരം സഹിക്കുന്നുണ്ടാവും ആ ഒരു മനുഷ്യ സ്ത്രീ, എന്തോരം സഹിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. കാരണം ഉലകം ചുറ്റി വന്നവളാണ് ഞാൻ. അതായത് ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ കളിയാക്കലും പരിഹാസമൊക്കെ അനുഭവിച്ച് കേട്ട് ചെവിയൊക്കെ തയമ്പിച്ച് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ രേണു എന്ന് പറഞ്ഞ അവള് ഇപ്പൊ വന്ന കുട്ടിയാണ്. ആ കുട്ടീനെ ഇങ്ങനെ ഇത്രത്തോളം നിങ്ങളിങ്ങനെ എന്താ പറയാ, ഒരു മനുഷ്യനെ എന്താ പറയാ, ഇതിനൊക്കെ നല്ലവരെയാണ് നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പരിധി ഇല്ലേ പറയുന്നതിലൊക്കെ? എന്തെല്ലാം കാര്യങ്ങളാണ് സ്വർണ്ണം. ഇപ്പൊ ഞാൻ കണ്ടു, സ്വർണ്ണം കടത്തണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇതൊക്കെ കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ തെളിവുകളുണ്ടോ? ആദ്യം ഞാൻ പറയട്ടെ, രേണുവിനെ പറ്റി സ്വർണം കടത്തിയത് കണ്ടവരുണ്ടോ? കണ്ടവരല്ലേ ഇപ്പൊ വന്ന് പറഞ്ഞത്. കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഒരു സ്ത്രീ വന്ന് പറഞ്ഞത്. സ്വർണം കടത്തിയത് മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീ വന്ന് പറഞ്ഞത്. തെളിവോട് കൂടിയല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഇതൊന്നും സേച്ചി കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അവരുടെ കുഴപ്പമല്ല ഇതൊന്നും. അവരിതൊന്നും കണ്ടില്ല. നമ്മുടെ രേണു സേച്ചി പാവം, അവരെ അങ്ങ് കഷ്ടപ്പെടുത്തുവാണ്, അവരെ അങ്ങ് കുഴിച്ചു മൂടും ജീവനോടെ എന്നാണ് ഇപ്പൊ പറയുന്നത് ഈ ചേച്ചിയും റേണു ചേച്ചിയും എല്ലാവരും ഒരേ ടൈപ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഇവർക്കും കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. ഇവർ പറയുന്നിട്ടില്ലേ, രേണു ചേച്ചിക്ക് ഇതൊന്നും സഹിക്കാനുള്ള തന്റേടും കഴിവൊന്നുമില്ലെന്ന്. എന്റെ പൊന്നു ചേച്ചി, രേണുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാ. രേണു ഇതിനപ്പുറം സഹിക്കാനുള്ള കഴിവും തന്റേടും സാമർത്ഥ്യവും ഒക്കെ ഉള്ള സ്ത്രീയാണ് രേണു. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും കേട്ടിട്ടും അവർക്ക് ഒരു കുലുക്കോ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സബ്സ്ക്രിപ്ഷനിലും അല്ലാതെ റീൽസ് ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ കഴിയുന്നത്. നിങ്ങൾ എന്തോ പറയുന്നത്? ഇപ്പൊ വന്ന കുട്ടിയാ രേണു. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു, രേണു കുട്ടിയാ. എത്ര നല്ലവരെയാണ് നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളത്. ഇപ്പൊ രേണുവിനെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലോ, പാവം എന്തോരം സഹിക്കുന്നുണ്ടാവും ആ ഒരു മനുഷ്യ സ്ത്രീ, എന്തോരം സഹിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. കാരണം
രേണു ചേച്ചി ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ട്. എന്തോരം സഹിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ ഒന്നാം രേണു പറയുന്നല്ല, നമ്മുടെ ഈ ചേച്ചി പറയുന്നത്. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ധൈര്യമുണ്ട് സഹിക്കാനായിട്ട്. രേണുവിനില്ലെന്നാ പറയുന്നത്. രേണുവിന് നിങ്ങളെയും കാട്ടി ധൈര്യമുണ്ട് സഹിക്കാനായിട്ട്. അതോർത്ത് വിഷമിക്കേണ്ട, രേണു നല്ലതുപോലെ സഹിച്ചോളും, അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. രേണു സഹിക്കുന്നു എന്നുണ്ടെങ്കിൽ രേണുവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? രേണു മാന്യമര്യാദയായിട്ട് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. രേണുവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പ്രേക്ഷകരെ, അല്ലെങ്കിൽ എന്റെ പൊന്നു ചേച്ചി രേണു ഇത്രയും സഹിക്കുന്നത്. ഇനി അടുത്ത വേറൊരാള്. എനിക്ക് സത്യം പറയാലോ, ഇവരെ ഒറ്റ ഒരെണ്ണത്തിന് എനിക്കിഷ്ടമല്ല. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അവരെ അങ്ങനെ ഒരു വെറുപ്പൊന്നുമില്ല അവരോട്. കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊന്നും ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ അവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അടുത്ത കുറച്ച് അവതാരങ്ങളെ കാണാം ഗൈസ്. നിങ്ങൾ സത്യസന്ധമായിട്ട് എന്നോട് ഒരു കാര്യം പറയണേ, നിങ്ങൾക്ക് എവരെയൊക്കെ ഇഷ്ടമാണോ? ഇവരുടെ വീഡിയോസ് ഇഷ്ടമാണോ? ഇവരെ പേഴ്സണലി നിങ്ങൾക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണോ എന്നൊന്ന് പറയണേ കമന്റിൽ. സത്യസന്ധമായിട്ട് പറയണേ. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് ഇവരെയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവരെ എനിക്കിഷ്ടമല്ല, ഇവരാരും എനിക്കിഷ്ടമല്ല. കാരണം ഇവരുടെ ഓരോരോ കലാപരിപാടികളാണ് കാരണം. മാരീഡ് ആൻഡ് സെപ്പറേറ്റഡ്. ഐ ഹാവ് എ കിഡ്. ഞാൻ പറയാലോ, എനിക്ക് മാരേജ് ഫംഗ്ഷൻ പോകുന്ന ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ജനങ്ങൾ എന്നെ ട്രോളി കയറ്റിയാലും കുഴപ്പമില്ല. മാരേജ് ഞാൻ ചിന്തിക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ അവസാനമാണ് മാരേജിന് ചിന്തിക്കുന്ന ഒരാളാണ്. സീരിയസ്ലി അതെ അതെ അതെ. അപ്പൊ അവർ അതുവരെ ഒരു പ്രിൻസസിനെ പോലെ ജീവിച്ചിട്ട് അവരെ വളരെ ആഹ്ലാദത്തോടു കൂടി ഒരു മരണത്തിലേക്ക് നടത്തിവിടുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി. സോ ആഫ്റ്റർ മൈ മാരേജ് ഞാൻ ഒരാളുടെ കല്യാണം കൂടാറില്ല, ഒരു പെൺകുട്ടികളുടെ. കാരണം ആ മാരീഡ് ആൻഡ് സെപ്പറേറ്റഡ്. ഐ ഹാവ് എ കിഡ്. 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. തോന്നില്ല കണ്ടാൽ തോണി തൊട്ടിട്ട് സത്യം പറഞ്ഞ് പ്രേക്ഷകർക്ക് പറയുന്നത്. ഞാൻ ചേച്ചിയുടെ കുറെ ഇന്റർവ്യൂ കണ്ട്, ഞാൻ വിളിച്ചത് ചെറിയ കുട്ടിയാണ്, ഒരു 22, 23. അമ്മേ അത്രയും ഇന്നോസെന്റ് ഫേസ്. അമ്മ സത്യം കളത്ര പറയുന്നത് ഞാൻ കുറെ കണ്ട്. പക്ഷെ അത്ര ബോൾഡ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കൊടുക്കുന്ന ഒരാൾ. ചെറിയ കുട്ടി 20 വയസ്സ് കഴിഞ്ഞോ? ഇല്ല 19-20 വയസ്സിനകത്ത്. 19-20 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ ഐ ആം മാരീഡ് ആൻഡ് ഐ ആം സെപ്പറേറ്റഡ്. ഐ ഹാവ് 1 kid. 19 വയസ്സായാലും ചെറിയ കുട്ടിയായതേ ഉള്ളൂ. കല്യാണമേ ഇഷ്ടമല്ല. കല്യാണം കഴിക്കുന്നത് എന്തത്തിലോട്ട് തള്ളി വിടുന്നതിന് തുല്യമാണ്. കല്യാണം കഴിക്കുന്നത് വലിയ ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അത് കയ്യിലിരിപ്പോണ്ടും സ്വന്തം സ്വഭാവം കൊണ്ടും ആയിരിക്കും. അല്ലാതെ കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫീലിങ്സ് അല്ല. കല്യാണം കഴിക്കുന്നത് കൊണ്ട് ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. പിന്നെ ചില സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയല്ല. കല്യാണം കഴിച്ചിട്ട് മാന്യമായിട്ട് നല്ലതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഓക്കെ ചേച്ചി, എന്താണ് ഈ പറയുന്നത്? കല്യാണം കഴിമാൽ ഒരു പ്രിൻസസിനെ കൂട്ട് നടന്നിട്ട് പെട്ടെന്ന് എന്തോ തള്ളി വിടുന്ന അത്രേ. ചേച്ചിയുടെ അവസ്ഥ അറിയത്തില്ല എല്ലാവർക്കും. ചേച്ചി അത് കൈകാര്യം ചെയ്തത് തെറ്റായി പോയിരിക്കും. അതല്ല, ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്ന് കരുതി കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എനിക്ക് കാണാൻ തോന്നുമ്പോഴേ ഞാൻ വരും. പുതിയ ട്രെൻഡ് പിടിച്ചേക്കാണ് ദേവി. ഇപ്പം ദൈവത്തിന്റെ ഒക്കെ ഒരു അവതാരമായിട്ടാണ് നമ്മുടെ ചേച്ചി കരുതുന്നത്. ചേച്ചി വേറെ വീഡിയോസ് കാണിച്ചു തരാം. ഇത് ഗന്ധർവനിലെ ഒരു ഡയലോഗാണ്. ഞാൻ ഗന്ധർവൻ എന്നുള്ള പഴയ ഒരു പിക്ചർ ഉണ്ടല്ലേ, അതിലൊരു ഡയലോഗാണ് ചേച്ചി ഇപ്പൊ ഉപയോഗിക്കുന്നത്. ദേവിയായിട്ടും പിന്നെ ഒക്കെയാണ് ഇപ്പം ഞാൻ ദേവിയായി അങ്ങനെയുള്ള ഡ്രസ്സപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് ഇട്ടേക്കുന്നത്. എന്താണോ എന്തോ ഇവർക്കൊക്കെ പറ്റിയത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഗായ്സ്. ഹലോ അഖിൽ മാരാറെ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കൂ. അത് കേൾക്കുന്നവർക്ക് കേട്ട് അത് വേറെ രീതിയിൽ എടുത്തിട്ടാണ് ഇത്രയും സംഭവങ്ങൾ കണ്ടു. അഖിൽ മാരാർ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോ കൂടി ഞാനത് ഇന്ന് തന്നെ വഴിക്ക് കണ്ടിരുന്നു. അത് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്രസവം എന്നുള്ളത് ഒരു ഈസി അല്ല, ഒരു തമാശയല്ല, അതിന്റെ സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ അതൊരു സീരിയസ്നെസ് ഇല്ലാതെ നമ്മുടെ അമ്മമാർ അത് നിസ്സാരമായി ചെയ്തു എന്നതാണ്. പക്ഷെ അതിനൊരു സീരിയസ്നെസ് ഉണ്ടെന്നാണ്. കാരണം എനിക്ക് പ്രസവിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ അത് ആഗ്രഹമുണ്ട്. ഓക്കെ, അവരെന്തായാലും കാര്യം പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കണം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം. അവർ ഈ ഒരു റീലിൽ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അഖിൽ മാരാരുടെ കാര്യം പറഞ്ഞത് വളരെ സൂക്ഷിച്ച് കണ്ട് വാക്കുകൾ പ്രയോഗിക്കണമായിരുന്നു. പക്ഷെ അഖിൽ മാരാർ ഇപ്പോഴും അയാൾ പറഞ്ഞത് അങ്ങ് സത്യമാണെന്നുള്ള കാര്യത്തിൽ അങ്ങ് മെഴുകി അങ്ങ് ഇതാക്കുക. അപ്പൊ അയാളെ ഫാമിലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമിലിയും കൊച്ചുങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയോ അവരെയൊക്കെ ചെയ്യും എന്നൊക്കെയുള്ള ഭീഷണിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വളരെ വൃത്തികെട്ട ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തുവാ, നമ്മൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ പറമ്പിൽ ആരെങ്കിലും വന്ന് അപ്പി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഭാഷയല്ല അഖിൽ മാരാർ ഉപയോഗിച്ചത്, അപ്പി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ
കഴുകിയിട്ട് പൊക്കോളും. നമ്മൾ വളരെ വൃത്തികെട്ട ഭാഷയിലും വൃത്തികെട്ട ലാംഗ്വേജിലും കൊച്ചുങ്ങളെയും ഭാര്യയും കൂടി ഇരുത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള കമന്റ്സിന് മറുപടി കൊടുക്കുന്നത്. കമന്റ്സിന് മറുപടി കൊടുക്കാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങനെയുള്ള ഭാഷയിൽ കൊടുക്കണം. ഞാൻ കൊച്ചുങ്ങളെ അങ്ങോട്ടൊന്ന് മാറ്റി ഇരുത്താൻ, ഭാര്യ വേണമെങ്കിൽ കൂടി ഇരുത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കൊച്ചുങ്ങളെ അങ്ങോട്ടൊന്ന് മാറ്റി ഇരുത്തിയിട്ട് അങ്ങേർക്ക് ഈ രീതിയിലുള്ള മറുപടിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ അത് ഞാൻ എടുത്തില്ല. നോക്കട്ടെ, നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കതെടുക്കാം ഗൈസ്. ഞാനിപ്പോൾ ഇവരുടെ വീഡിയോ എടുക്കാനാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ വീഡിയോയുടെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞാലോ എന്ന് എനിക്കൊരു തോന്നൽ. എന്തായാലും പറയാം. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ അല്ലെന്ന് അറിയത്തില്ല. പറയുന്നത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വളരെ ഫേമസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ സ്ത്രീകളെ സംബന്ധിച്ച് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള നല്ല ഒരു കാര്യമാണ്. അപ്പം അതിൽ കുറച്ച് നല്ല അടിപൊളി സബ്സ്ക്രിപ്ഷൻ പരിപാടികൾ കണ്ടല്ലോ ഗൈസ്. ഞാനൊന്ന് ബ്ലറാക്കാം. എനിക്കിതങ്ങോട്ട് ദഹിക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്കും ദഹിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതങ്ങോട്ട് ബ്ലറാക്കി. രേണുസുതിയൊന്നും ഇവരുടെയൊന്നും അടുക്കലൊന്നും ഒന്നുമല്ല. രേണുസുതി പിന്നെ കുറച്ച് ഡ്രസ്സ് ഇറക്കിയിട്ടുള്ളതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു സബ്സ്ക്രിപ്ഷനിൽ. പക്ഷെ ഇവരൊന്നും അതൊന്നും അല്ല. അതുക്കും മേലെ ഗൈസ്, അതുക്കും മേലെ. ഇവളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അടുത്ത ഒരു സാധനം, ഇവളുമാരെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണ കല്യാണം കഴിക്കാത്ത പെണ്ണാ. ഈ പെണ്ണുങ്ങൾ ഇവളെ ചേട്ടത്തി കല്യാണം കഴിച്ചതാ. ഒരു കോന്തം ഭർത്താവും ഉണ്ട്. ആദ്യം കാണിച്ചത് ഭർത്താവ് തന്നെ വീഡിയോ എടുത്ത് കൊടുക്കുന്ന കേട്ടോ. അത് വേറെ, അത് അങ്ങനെ ഒരു ടൈപ്പ്. ഇതില് ഈ പെണ്ണ് കല്യാണം കഴിച്ചാണ്ട് അതിന്റെ അപ്പുറത്തൂടെ പോയില്ല. അത് ചേട്ടൻ എന്റെ പൊന്നി സ്വന്തം അച്ഛനൊക്കെയാണ് വീഡിയോ കാണുന്നതും അച്ഛന്റെ മുന്നിലേക്ക് കിടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്റെ ദൈവമേ, കല്യാണം പോലും കഴിക്കാത്ത ഒരു പെണ്ണാണ്. എന്തൊക്കെയാ പെണ്ണ് പറയുന്നതെന്നോ. ഞാൻ കുറച്ച് ബ്ലറാക്കിയിട്ടേ കാണിക്കുന്നുള്ളൂ. എനിക്ക് അവരെയൊന്നും നമ്മുടെ എന്റെ ചാനലിൽ അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവൾ പറയുന്നേം കൂടെ ഒന്ന് കേൾക്കാം. ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. പൊളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളിച്ചെടുക്കുന്ന അഡാർ ലൈവാണ് ഇങ്ങനെ വരാൻ പോകുന്നത് ഗൈസ്. ലൈവ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. നമുക്ക് പൊളിച്ചെടുക്കുക സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. സ്പെഷ്യൽ അഡാർ ലൈവാണ് വാച്ച് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്. കുഴപ്പമില്ല. എന്നാലുണ്ട് വലിയ രീതിയില്ല. വലിയ രീതി മറ്റേതാ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അഡാർ ലൈവാണ് വരാൻ പോകുന്നത്. എല്ലാവരും സാരി റിക്വസ്റ്റ് ചെയ്ത ലൈവാണ്. അഡാർ ലൈവാണ്. സബ്സ്ക്രിപ്ഷൻ 10 രൂപ. സബ്സ്ക്രിപ്ഷൻ 10 രൂപ. വേഗം വരും. വന്ന് എടുത്തോണ്ട് പൊക്കോളിയും. 10 രൂപ. സബ്സ്ക്രിപ്ഷൻ 10 രൂപ. സബ്സ്ക്രിപ്ഷൻ 10 രൂപ. സാരിയുടെ സബ്സ്ക്രിപ്ഷൻ 10 രൂപ. സബ്സ്ക്രിപ്ഷൻ 10 രൂപ. അഡാർ ലൈവ് 10 രൂപ. അവിടെ കാണിക്കുന്ന 10 രൂപ. ഇവിടെ കാണിക്കുന്ന 10 രൂപ. അവിടെ കാണിക്കും പലതും കാണാൻ പറ്റും. പലതും അതാണ് ഈ ചേച്ചി പറയുന്നത്. ഇല്ല ചന്തയിലൊക്കെ അല്ല പച്ചക്കറിയൊക്കെ വിൽക്കാനായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ചന്തകളിലൊക്കെ പച്ചക്കറി വിൽക്കാൻ നേരത്ത് കാന്ത, അതായത് ഉള്ളി 10 രൂപ, പൊട്ടാറ്റോ 10 രൂപ, ടൊമാറ്റോ 20 രൂപ, ഉള്ളി വെണ്ടയ്ക്ക 5 രൂപ എന്നൊക്കെ വിളിച്ച് പറയുന്ന കണക്കാ ഇവളുടെ ശരീരത്തെ കുറിച്ച് വിളിച്ച് പറയുന്നത്. ഇവൾക്കൊക്കെ വിവരമുണ്ടോ? ഇവളെയൊക്കെ നാളെ ആരെങ്കിലും കെട്ടു? ഇപ്പെണ്ണ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാ. പെണ്ണിനെയൊക്കെ ആര് കെട്ടും? എന്റെ ഭഗവാനെ, എന്തൊക്കെയാ കാണിക്കുന്നത്? മനുഷ്യന് പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകളൊക്കെ കാണിക്കാമോ? എന്തോ ദൈവം അവർക്കൊക്കെ ശരീരം കൊടുത്തേക്കുന്നത് ഈ രീതിയിൽ വൃത്തികേട് വിളിച്ച് പറയാനും ഈ രീതിയിൽ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഓരോരുത്തരുടെ അവരവരുടെ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. എൻ്റെ ദൈവമേ. അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ആ ദീപ്തിയുടെ കല്യാണക്കാര്യം പറയാനായിട്ടായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോയി, വേറൊരു വീഡിയോ ആയിട്ട് അങ്ങ് പോയി. ദീപ്തിയുടെ കല്യാണത്തിന്റെ വീഡിയോയും നമുക്ക് നാളെ വരാം. അപ്പം നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും പറയണം. ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ കാണിച്ച നമ്മുടെ കുറച്ച് കലാകാരന്മാരില്ലേ, അവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, ആരെയാണ് ഇഷ്ടം അല്ലാത്തത്, ആരെയും ഇഷ്ടമല്ലേ, അത് നിങ്ങളൊന്ന് പറയണേ കമന്റിൽ. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.